ശ്രീ ജോസഫ് സി മാത്യു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, മുഖ്യമന്ത്രി ലീഗിനെതിരെ പറഞ്ഞ താങ്കൾ കണ്ടു. ലീഗ് മുഖപത്രത്തിലെ ലേഖനം നമ്മൾ വായിച്ചു. അതിനുശേഷം ഇന്ന് ലീഗിൽ നിന്ന് PM എ സലാമിൻ്റെ പ്രതികരണവും നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിലേക്ക് മുസ്ലിം പ്രീണനമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്ന് ആവർത്തിച്ച് പറയുന്ന ഘട്ടത്തിൽ ഈ ഈഴവ വോട്ടുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് വെള്ളാപ്പള്ളിക്ക് അനുകൂലമായ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വാദങ്ങൾക്ക് പിന്നാലെ പോകുന്ന രീതിയാണ് ഇപ്പോൾ CPM സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണോ ഇന്നലത്തെ പിണറായിയുടെ പ്രസംഗം, ഇന്നത്തെ MV ഗോവിന്ദന്റെ അഭിമുഖം? സ്മൃതി, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അല്പം വ്യത്യസ്തമായ തലത്തിലാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ വർഗീയത വിൽക്കാൻ ഇറങ്ങി തിരിച്ച ഒരാളാണെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്പൂതിരി മുതൽ നായാടി വരെ എന്നൊക്കെ പറഞ്ഞ് നൗഷാദിന്റെ വിഷയമൊക്കെ ഉയർത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹം മൈക്രോ ഫൈനാൻസ് കേസിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഒരു പിന്നോട്ട് പോക്ക് നടത്തി എന്നല്ലാതെ അപ്പോഴും തുഷാർ വെള്ളാപ്പള്ളി NDA കൺവീനറായി തുടരുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് എവിടെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ ആ കേസ് ഡൈല്യൂട്ടഡ് ആക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ മുതൽ കൂടുതൽ പ്രകടമായി പഴയ സ്വഭാവം പുറത്തു വരുന്നു എന്ന് മാത്രമേ ഞാൻ അതിനെ കാണുന്നു. പക്ഷെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചില സമയങ്ങളിലൊക്കെ മുസ്ലിം ലീഗിനെയും അതുപോലെ ഈ പച്ചയുടെ വിഷയവും ഒക്കെ പറഞ്ഞ് CPM-ലെ ചിലർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് പക്ഷേ എപ്പോഴെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ പരാജയം ഉണ്ടാകുമ്പോഴോ ഒക്കെ അങ്ങനത്തെ ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ പിണറായി വിജയന്റെ ഒരു രാഷ്ട്രീയം നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹം 98-ൽ പാർട്ടി സെക്രട്ടറിയായി വരുന്ന ഘട്ടം മുതൽ മുസ്ലിം ലീഗിനോട് എടുത്തിട്ടുള്ളത് വളരെ മൃദുവായിട്ടുള്ള ഒരു സമീപനമാണ് എന്ന് നമുക്കറിയാം. നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അടവ് നയം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ അതിനെ ഞാൻ കാണുന്നത് അദ്ദേഹം അതേസമയം ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ പല നിലപാടുകളിലും സമീപകാലം വരെ അദ്ദേഹം വളരെ കാർക്കശ്യത്തോടുകൂടി ആ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യാറുണ്ടായിരുന്നു. വർഗീയതയ്ക്ക് അങ്ങനെ രണ്ട് മുഖമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ രണ്ടും ഒരേ ഇതിന്റെ രണ്ട് വശങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസ്താവന നമ്മൾ പരിശോധിച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതാണ്. അപ്പം ലീഗിനോടും മുസ്ലിം സമുദായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പാർട്ടികളോടും സംഘടനകളോടും ഒക്കെ പുലർത്തിയിരുന്നത് ഒരു മൃദു സമീപനമാണ്. അതിന്റെ കാരണം മലബാറിലെ രാഷ്ട്രീയം വെച്ച് ഇലക്ഷനിൽ ജയിക്കാൻ ആ ചേരുവ വളരെ നല്ലതാണ് എന്നുള്ളൊരു തിരിച്ചറിവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോ CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഏതാണ്ട് പൂർണ്ണമായി ഒരു മലബാറിൽ നിന്ന് ഉള്ളവരെ മാത്രമായി മാറുകയും പ്രത്യേകിച്ച് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് ഏതാണ്ട് പിണറായി വിജയൻ വിചാരിക്കുന്നിടത്തും ഈ നേതാക്കന്മാര് ബാക്കിയുള്ളവർ ആഡ് ഓൺ ചെയ്താലും അവരുടെയും രാഷ്ട്രീയം അതായതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ മലബാർ രാഷ്ട്രീയമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന ഒരു പ്രചരണമാണ് നമ്മൾ ഇലക്ഷനിൽ കണ്ടത്. ഈ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം പ്രസക്തമാണ്. CAA ആയിക്കോട്ടെ, ബാക്കി വിഷയങ്ങൾ. പക്ഷെ ആ വിഷയങ്ങൾ മാത്രം ഉന്നയിക്കുകയും അതിന്റെ പേരിൽ വോട്ട് UDF-ൽ നിന്ന് LDF-ലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാമോ എന്നുള്ള ഒരു കാര്യവുമാണ് പരീക്ഷിച്ചത്. അത് കേരളത്തിലെ സ്ഥിതി നോക്കിയാൽ UDF-ഉം LDF-ഉം തമ്മിലാണ് ഒരു മത്സരം എന്നുള്ള രീതിയിൽ, ഒരു ഇലക്ട്രൽ ബാറ്റിൽ എന്നുള്ള രീതിയിൽ പരിശോധിച്ചാൽ അതിനൊക്കെ ശരികൾ കണ്ടേക്കാം. പക്ഷെ CPM-ന്റെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള രീതിയിൽ ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് എന്ന സാഹചര്യത്തിൽ ഇവിടെ ചെയ്തത് കോൺഗ്രസിനെയും അതിന്റെ നേതൃത്വത്തെയും ദുർബലമാക്കാനുള്ള പ്രചരണ തന്ത്രം മാത്രമാണ്. പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളെ ഷിഫ്റ്റ് ചെയ്യിക്കാമോ എന്നുള്ളൊരു ശ്രമവുമാണ് നടത്തിയത്. ഇത് ബാക്കി ഉള്ള വിഭാഗങ്ങളുടെ ഇടയിൽ ഒരു അതൃപ്തി ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും പോകുന്ന എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ 32% ഈഴവ വോട്ട് നഷ്ടപ്പെട്ട സാഹചര്യം, ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെ നന്നായി ഒന്ന് കുറ്റപ്പെടുത്തുക, അതിലൂടെ ആ പോയ വോട്ടുകൾ കുറച്ചെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ നിലപാടിലൊരു വ്യത്യാസം വരുത്താൻ ശ്രമിക്കുക, അതാണോ ചെയ്തിരിക്കുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. വെള്ളാപ്പള്ളി പറഞ്ഞതിലേക്ക് എത്തുകയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനെങ്കിലുള്ള ശ്രമമാണോ ഇപ്പോൾ നടത്തുന്നത്? വെള്ളാപ്പള്ളി പറഞ്ഞതിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തെ നവോത്ഥാന നായകനായിട്ടും ഒക്കെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതിലാണ് തെറ്റ്. അദ്ദേഹത്തിന്റെ മനോഭാവം വേറൊന്നാണ്.
പക്ഷെ ഇവിടെ ഒരു ബാലൻസ് ഇടതുമുന്നണി ലെഫ്റ്റും പുലർത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശന് മറുപടി പറയുന്നത് ആരാ? സമസ്തയാണോ മറുപടി പറയേണ്ടത്? കേരളം ഇതിനു മുമ്പ് നമ്പൂതിരി മുതൽ നായാടി വരെ സംഘടിപ്പിക്കാൻ ഇറങ്ങിയപ്പോൾ സമസ്തയാണോ മറുപടി പറഞ്ഞത്? അന്ന് VS അച്യുതാനന്ദൻ പുറകെ പിണറായി വിജയനുമാണ് അതിശക്തമായി നേരിട്ടത്. അങ്ങനെ ഇവിടെ കേരളത്തില് ഒരു മതേതര രാഷ്ട്രീയത്തിന് ഒരു മുഖമുണ്ടായിരുന്നു. അതിന്റെ ബാറ്റിൽ ഫ്രണ്ടിൽ ഇടതുമുന്നണിയും CPM നിൽക്കുമായിരുന്നു. ഇത് അതിൽ നിന്നെല്ലാം വിട്ടിട്ട് ഇവര് ചില ഇലക്ട്രൽ ബാറ്റിൽ ചില ചേരുവകൾ തേടുകയായിരുന്നു. ലീഗ് ഇങ്ങോട്ട് വരും, BJP വീണ്ടും അധികാരത്തിൽ വരികയും അതിനുശേഷം ലീഗ് ഇങ്ങോട്ട് വരും എന്ന് ലീഗിൽ നിന്ന് തന്നെ കിട്ടിയ ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടുകൂടി വീണ്ടും ഒരു ഭരണ തുടർച്ച ഉണ്ടാവും എന്നുള്ളതായിരുന്നു ഈ ഭരണവിരുദ്ധ വികാരങ്ങൾക്കെല്ലാം ഉള്ള ഒറ്റമൂലിയായി LDF കണ്ടിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും മറുപടി പറയുന്നത് തങ്ങൾക്കാണ്, കുഞ്ഞാലിക്കുട്ടിക്കല്ല. അത് രണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. AR നഗർ ബാങ്കിന്റെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ജലീൽ പിൻവലിഞ്ഞത്? എന്തുകൊണ്ടാണ് മൗനം പുലർത്തിയത്? നിങ്ങൾ ഈ അൺഹോളി നെക്സസിനെ കുറിച്ച് സംസാരിക്കാൻ, ഈ നേതാക്കന്മാരൊക്കെ തമ്മിലുള്ള രഹസ്യ ബാന്ധവങ്ങളെ കുറിച്ച് സംസാരിക്കാതെ നമ്മൾ ഇതൊക്കെ ഒരു കെട്ടാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ എങ്ങും എത്തില്ല. ഈ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇവരൊക്കെ തമ്മിലുള്ള ചില ബിസിനസ് ബന്ധങ്ങളാണ് ഈ വിഷയങ്ങളിലെല്ലാം പുറത്തു വരുന്ന പ്രസ്താവനകളിൽ നമ്മൾ കാണുന്നത്. തങ്ങളെ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാറുണ്ട്. കാരണം തങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളിൽ ചില വ്യത്യാസം കാണുന്നുണ്ട്. അത് ലീഗിന്റെ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.